ഓമനിച്ചു വളർത്തിയ നായയെ തന്നെ യുവതി കല്യാണം കഴിച്ചിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് യുവതിയുടെ അച്ഛൻ നായയെ മാർക്കറ്റിൽ നിന്നും കൊണ്ടുവരുന്നത്. യുവതിയുടെ അച്ഛന് മാർക്കറ്റിലായിരുന്നു ജോലി. മാർക്കറ്റിൽ നിന്നും തിരികെ വരുമ്പോൾ അവശനായി വഴിയരികിൽ കിടക്കുകയായിരുന്നു നായക്കുട്ടി. ഈ നായക്കുട്ടിയെ എടുത്ത് ചികിത്സിച്ച് ഭേദമാക്കി മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു എടുത്തുകൊണ്ടുവന്നത്. എന്നാൽ നായയെ കണ്ടതിന് ശേഷം യുവതിക്ക് ഈ നായക്കുട്ടിയെ ഭയങ്കരമായി ഇഷ്ടമാകാൻ തുടങ്ങിയിരുന്നു. 24 വയസ്സുള്ള യുവതി നായയെ സ്നേഹിക്കുകയും നായയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും നായയെ കൂടെ കിടത്തി ഉറക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ ഒരു ദിവസം ഈ നായക്കുട്ടിയെ കാണാതെ പോയി. എല്ലാവരും എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്ന തിരക്കിലായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം നായക്കുട്ടി പോയ സ്ഥലത്ത് നിന്ന് തിരികെ യുവതിയുടെ വീട്ടിൽ എത്തിയിരുന്നു. ഈ ഒരാഴ്ച കൊണ്ട് യുവതി അനുഭവിച്ച ട്രോമ വളരെ വലുതായിരുന്നു. യുവതിക്ക് മാനസിക രോഗം പോലെ ഒരു അസുഖം വരികയും ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ആശുപത്രിയിലെ മേലുദ്യോഗസ്ഥർ യുവതിക്ക് സെഡേഷൻ കൊടുക്കുകയും മതിയായ ചികിത്സയെല്ലാം കൊടുത്തതിന് ശേഷം യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയുമായിരുന്നു. ഒരു തരത്തിൽ പോലും യുവതിയെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ യുവതിക്ക് വേണ്ട ആവശ്യ വസ്തുക്കൾ നേടാതെ ഇരിക്കുകയും ചെയ്യുന്ന പക്ഷം യുവതി അക്രമാസക്തവും മാനസിക രോഗത്തിന് അടിമയായേക്കാവുമെന്ന് ഡോക്ടർമാർ വിധി എഴുതി. മാർക്കറ്റിൽ വളർന്ന നായക്കുട്ടി ആയതുകൊണ്ട് ഇവയ്ക്ക് ഇതിനെ കെട്ടിയിടുന്നത് ഇഷ്ടമല്ലായിരുന്നു. കൂട്ടിലിടുന്നതും ഇഷ്ടമല്ലായിരുന്നു. രാത്രിയിലൊക്കെ കൂടുകളിൽ ഇട്ടാൽ പോലും ഇവ കിടന്ന് ഭയങ്കരമായി ശബ്ദം പുറപ്പെടുവിക്കുമായിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ ഗേറ്റിനുള്ളിൽ തന്നെ ഈ നായയെ അഴിച്ചുവിടാറായിരുന്നു പതിവ്. അങ്ങനെയിരിക്കെ ഈ നായയുടെ ശല്യം മൂലം അയൽപക്കത്തെ വീട്ടുകാരെല്ലാം കേസ് കൊടുക്കാൻ തുടങ്ങി. ഓരോ വീട്ടുകാർ വെച്ച് യുവതിക്കെതിരെ പരാതി കൊടുത്തിരുന്നു. നായയെ അലക്ഷ്യമായി വഴിയിൽ വലിച്ചെറിയുക, അല്ലെങ്കിൽ നായയെ കൂട്ടിലിടാതെ വളർത്തുക, അയലോക്കംകാർക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ വളർത്തുക എന്നെല്ലാമായിരുന്നു കുറ്റകൃത്യങ്ങൾ. ഒരു ദിവസം യുവതിയുടെ അച്ഛൻ ഈ നായക്കുട്ടിയെ ആരും കാണാതെ ഒരു ബാഗിലാക്കി ആളൊഴിഞ്ഞ പറമ്പിൽ കളയാൻ തീരുമാനിച്ചു. എന്നാൽ കളഞ്ഞു കഴിഞ്ഞ് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ ഈ നായക്കുട്ടി തിരികെ യുവതിയുടെ വീട്ടിൽ എത്തിയിരുന്നു. യുവതിക്ക് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു ഈ നായക്കുട്ടി. യുവതി കഴിച്ചെങ്കിലേ ഈ നായ ഭക്ഷണം പോലും കഴിക്കുകയുള്ളൂ. എല്ലാ ദിവസവും 2 പേരും ഒരുമിച്ചാണ് കുളിക്കുന്നതും കിടക്കുന്നതും കഴിക്കുന്നതുമെല്ലാം. അങ്ങനെയിരിക്കെ നാട്ടുകാരുടെ ശല്യം മൂലം യുവതി ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഞാൻ ഈ നായക്കുട്ടിയെ കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചതിന് ശേഷം ഈ നായക്കുട്ടിയാണ് എൻ്റെ ഭർത്താവ്. എൻ്റെ ഭർത്താവിനെതിരെ ആരാണ് കേസ് കൊടുക്കുക, ആരാണ് എൻ്റെ ഭർത്താവിനെ പുറത്താക്കാൻ പറയുക എന്നൊന്ന് കാണണമല്ലോ. അങ്ങനെ ഈ വിവരം യുവതിയുടെ അച്ഛനെയും അമ്മയെയും ധരിപ്പിച്ചു. പക്ഷേ അവർ അതികഠിനമായി ഇതിനെ എതിർത്തു. പക്ഷേ യുവതി വലിയൊരു അതിബുദ്ധിയാണ് കാണിച്ചിരിക്കുന്നത്. വഴിയിൽ വലിയൊരു ഫ്ലെക്സ് ബോർഡ് അടിച്ചു വെച്ചിരിക്കുന്നു. നാളെ വൈകുന്നേരം 4 മണിക്ക് എൻ്റെയും എൻ്റെ പൊന്നോമനയായ നായക്കുട്ടിയുടെയും കല്യാണമാണെന്നും എല്ലാവരും വരണമെന്നും യുവതി തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ യുവതി ഒരു റിസോർട്ട് വാടകയ്ക്കെടുക്കുകയും ഈ നായക്കുട്ടിയെ അവിടെ കൊണ്ടുപോവുകയും തുടർന്ന് കല്യാണം നടത്തുകയും ചെയ്തു. ഈ ഒരു വാർത്തയറിഞ്ഞ് യുവതിയുടെ കൂടെ വന്നത് 2-3 സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. അങ്ങനെ പരസ്പരം വിവാഹം കഴിച്ച ഇരുവരും യുവതിയുടെ വീട്ടിലേക്ക് വരികയും അയലോക്കംകാരുടെ മുന്നിൽ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞു ജീവിക്കുകയും ചെയ്തു.